ഹായ് നമസ്കാരം. കുറേ നാളായി ഹൈറിച്ചിൻ്റെ അപ്ഡേഷൻസിനെ കുറിച്ചൊക്കെ നമ്മൾ അറിയാറ്. ഇപ്പം ഒരു ലേറ്റസ്റ്റ് ന്യൂസ് നമ്മളെല്ലാം കേട്ടു കണ്ടു. അതുപോലെ തന്നെ ഒരു മിനിറ്റ്, ഈ കഴിഞ്ഞ ദിവസം ഒരു അപ്ഡേഷൻ വന്നു. വന്ന അപ്ഡേഷൻ എന്താണെന്ന് നമുക്കെല്ലാം ഇപ്പം നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും. ഞാൻ കേൾക്കുന്നതിന് മുമ്പേ കേട്ടിട്ടുണ്ടാവും ചിലപ്പം. അതായത് നമ്മുടെ ക്രിപ്റ്റോ കറൻസി, ഹൈറിച്ചിൻ്റെ ക്രിപ്റ്റോ കറൻസി ലീഗലായിട്ട് അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ട് എത്ര 3-4 എക്സ്ചേഞ്ചുകളിൽ റീസെയിൽ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഈ കേസ് എന്താ പറയുക, അതിന് ഡോളറിന് 2 രൂപയെങ്ങാണ്ട് ഒരു കോയിന് ഡോളറിൽ വില നിശ്ചയിക്കപ്പെട്ട് സെയിൽ നടക്കുന്ന സമയത്താണ് ഈ ചങ്ങാതി ഈ ക്രിപ്റ്റോ കറൻസിയുടെ ആ ഏരിയയിലേക്ക് അമ്പ് വിട്ട ചങ്ങാതി. പല ഏരിയയിൽ നിന്നുള്ള അമ്പുകളാണ് ഒന്നിച്ച് ഹൈറിച്ചിനെതിരെ കൊണ്ടത്. അതിൽ മറ്റേ ഈ സൈഡിൽ നിന്നുള്ള അമ്പെന്ന് പറഞ്ഞാൽ ഒരു ഡൂക്കളി അമ്പാണ്. പക്ഷേ അമ്പ് ഏതായാലും കൊള്ളും. ഡൂക്കളി അമ്പാണെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ക്രിട്ടിക്കൽ സ്റ്റേജാണ്. എന്താണ് ഈ ചെറിയ മുട്ടുസൂചി കൊണ്ടെടുക്കാവുന്ന കാര്യത്തിന് വരെ ഓപ്പറേഷൻ കഴിഞ്ഞ് ആളെ കൊല്ലുന്ന വിധം സിസ്റ്റമാണ് ഇവിടുത്തെ. ആ മാതിരി പരിപാടിയാണ്. ഒരു കാര്യമില്ലാത്ത ഒരു കേസ്, ഒരു അടിസ്ഥാനമില്ലാത്ത ഒരു കേസ് കൊടുത്തതിൻ്റെ പേരിൽ എത്ര വരുമാനം, എത്ര പൈസ ചിലവാക്കി വക്കീലിനെ വെച്ച് കഷ്ടപ്പെടേണ്ട അവസ്ഥയാണ് ഈ ഇവരുടെ. എത്ര ദിവസങ്ങൾ, എത്ര നാളുകൾ, ഇപ്പോൾ വർഷം കഴിഞ്ഞു, എന്നിട്ടും നടക്കാത്ത പരിപാടി. എന്നിട്ട് ഇപ്പോൾ കോടതിയിലേക്ക് കേസ് വന്നപ്പം ജഡ്ജ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റത്തിൻ്റെ കീഴിലാണെങ്കിലും വ്യക്തിയെന്ന നിലയിൽ ആ ഒരു കേസ് കൊടുത്തതിൻ്റെ കാരണം, യാഥാർത്ഥ്യം എന്താണെന്ന് അതിൽ നിന്ന് തെളിവുകളിൽ നിന്ന് നോക്കുമ്പോൾ അങ്ങനെ സംഭവം അല്ല. ശരിക്കും അങ്ങനെ ഒരു കേസിന് പരാതിക്ക് കാരണമായ ഒരു സംഭവം അതിലില്ല. കാരണം അത് എക്സ്ചേഞ്ച് നടക്കുന്ന ഓൾറെഡി ഒരു നിലവിലുള്ള ഒരു ക്രിപ്റ്റോ കറൻസി ആണ് ഹൈറിച്ചിൻ്റെ HRC കോയിൻ. ആ കോയിനെയാണ് ഇയാൾ കൊടുത്ത കേസിൽ വെറുതെ ഇയാൾ എങ്ങനെ കേസ് കൊടുത്തു എന്ന് ചോദിച്ചാൽ ആരുടെയോ ഈ പറഞ്ഞ അനിലക്കരയുടെയോ വത്സൻ്റെയോ ആരുടെ പിന്നെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് കൊടുത്തതാണെന്നറിയില്ല. മറ്റേ പണ്ടത്തെ മൊയ്ലിയരുണ്ടല്ലോ ഒരാൾ, നസീറോ, കുറേ പുഞ്ഞാണന്മാരുണ്ടായിരുന്നല്ലോ. ഒന്നിനിപ്പോൾ കാണുന്നില്ല, പക്ഷേ എല്ലാം ഉണ്ടാവും, അവിടെ ഉണ്ടാവും. ഈ മൂഷിക മാർജാരന്മാരെ പോലെ മോന്തയും മൂക്കും ഇങ്ങനെ ആക്കി എന്താണ് ഒരു നല്ലത് നടക്കുന്നത്, അവിടെ എന്തെങ്കിലും ഒരു നാശം പറഞ്ഞിട്ട് ഒരു അന്ധനിർവൃതി അടയാമെന്ന വിചാരത്തിൽ ഇരിക്കുന്ന മൂഷക എന്തൊക്കെയോ പേരൊക്കെ പറയുമല്ലോ, നാറികളെ അവന്മാരൊക്കെ കേൾക്കാൻ പറയാണ് ഹൈറിച്ചിൻ്റെ ക്രിപ്റ്റോ കറൻസി ലീഗലായിട്ട് സെയിൽ നടന്നുകൊണ്ടിരുന്ന ക്രിപ്റ്റോ കറൻസി ആയിരിക്കുന്ന അതേ സമയത്താണ് ഈ മനുഷ്യൻ കൊണ്ട കേസ് കൊടുത്തത്. അപ്പം അതുകൊണ്ട് സമയമെടുത്തു. തീർച്ചയായിട്ടും ഹൈറിച്ചിൻ്റെ എല്ലാ കേസും ഇങ്ങനെയാട്ടോ. ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥിക വശത്തിലേക്കുള്ള ഓരോ പേജുകൾ തുറക്കുകയാണ്. ഞാനൊന്നും ഇതിൻ്റെ തുടക്കകാലം തൊട്ടേ ഇങ്ങനെയല്ല ഇതിൻ്റെ കഥ ഇങ്ങനെയല്ല എന്ന് പറയുമ്പം പിന്നെ ഹൈറിച്ചിൻ്റെ സർക്കാർ അങ്ങ് ഉണ്ടാക്കിയത്, പോലീസുകാർക്ക് എന്തിൻ്റെ മറ്റേതായിരുന്നു, കുറേ ഏജൻസികളുണ്ടല്ലോ, ഇവർക്കൊക്കെ എന്തായിരുന്നു പ്രശ്നം, എന്തിനു വേണ്ടിയാണ്, രാജ്യത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ വയസ്സായ ആളുകളുടെയൊക്കെ നമ്മുടെ കൂടെ നിൽക്കുന്നവരുടെ പോലും അറിവില്ലായ്മയുടെ പേരിൽ കിടന്ന് ഈ ഡയലോഗുകൾ അടിക്കുന്ന കേൾക്കുമ്പോൾ നമുക്കൊരു യാഥാർത്ഥ്യം എന്താണെന്നും അറിയാം. എന്നാൽ അത് പറഞ്ഞാൽ മനസ്സിലാവത്തുമില്ല. എന്നാൽ നടക്കുന്ന യാഥാർത്ഥ്യം എന്ന് പറയുന്നത് യാഥാർത്ഥ്യത്തിന് നേരെ എതിരായിട്ടുള്ളതുമാവുമ്പോൾ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ആളുകളുടെ ഗതികേട് അല്ലെങ്കിൽ ആ ഒരു ഫ്രസ്ട്രേഷൻ, ബുദ്ധിമുട്ട്, അതിലാണ് ഞാനും ഒരുപാട് നാളായിട്ട് ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ. പലരും ചോദിക്കും എന്താ കേസ് എങ്ങനെയാവും, പല രീതിയിലുള്ള ചോദ്യങ്ങൾ പല ആളുകളും ചോദിക്കുമ്പോൾ എന്ത് ചെയ്യാനാ, ഈ ഒരു സിസ്റ്റവും ഈ പരിപാടിയും ഒക്കെ ഇങ്ങനെയാണ്.
അതുകൊണ്ട് നമ്മൾ കുറ്റം ചെയ്യാണ്ടിരുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ ഫ്രീഡം അനുഭവിക്കുന്നവരാവുന്നില്ല. എന്തായാലും പ്രതീക്ഷയ്ക്ക് വകയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ഇവിടെ ഞാൻ ഇതുവരെ പറഞ്ഞ പോലെ തന്നെ ഹൈറിച്ച് ഒരു കുറ്റം ചെയ്തിട്ടില്ല, ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഹൈറിച്ച് ലീഗലായിട്ട് തന്നെ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ആർക്കും ഒരു കബളിപ്പിക്കലോ പറ്റിക്കലോ പൈസ പോക്കോ അങ്ങനത്തെ പരിപാടികളോ ഉണ്ടായിട്ടുമില്ല. പിന്നെ ലീഗലായിട്ടുള്ള ചെറിയ കൺസേൺസ്, ചെറിയ ചേഞ്ചസ് അത് കമ്പനിക്ക് വരുത്താൻ പറ്റുന്നതേ ഉള്ളൂ. കാരണം ജനങ്ങളാൽ വളർന്നു വരുന്ന ഒരു കമ്പനി ആകുമ്പോൾ ഒരുപാട് നിർദ്ദേശങ്ങളിൽ നിന്നും മറ്റ് കാര്യങ്ങളിൽ നിന്നും എല്ലാം പ്ലാനുകളിലും മറ്റ് കാര്യങ്ങളിലൊക്കെ ഓരോ അഡാപ്റ്റേഷനും പിന്നെ കമ്പനിയുടെ ഒരു റീച്ച് കൂട്ടാൻ, പ്രൊമോഷൻ കൂട്ടാൻ, അതിനെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനൊക്കെ അതിൻ്റേതായ ബിസിനസ് സ്ട്രാറ്റജികളും മറ്റും കാര്യങ്ങളുമൊക്കെ ഒരു കമ്പനി സ്വീകരിക്കുന്നത് അത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്നുള്ള നിലയിൽ ഒരു കുഴപ്പമുള്ള കാര്യമല്ല. പിന്നെ ആരെങ്കിലും പറ്റിക്കപ്പെടുക എന്നുള്ളതിന് ഇല്ലീഗലായിട്ടുള്ള എന്തെങ്കിലും കാര്യം നടക്കണം. ഇല്ലീഗലായിട്ടുള്ള ഒരു കാര്യവും ഹൈറിച്ചിൽ നടക്കുന്നില്ല. പിന്നെ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാഭം, വരുമാനം, സെയില്, മുതൽ മുടക്ക്, റിസ്ക്, ഇതൊക്കെ തന്നെയാണ് ലാഭത്തിൻ്റെ അടിസ്ഥാനം. അല്ലെങ്കിൽ എല്ലാവരും എന്താ പറയുക, ഒരു ബിസിനസ് എന്നുള്ള നിലയിൽ പൈസ മുടക്കിയതാണെങ്കിലും എന്തിനാണെങ്കിലും വല്ല ബാങ്കിലും പൂട്ടി വെച്ച്, ബാങ്കിൽ പോലും സേഫല്ല. എവിടെയും നിങ്ങളുടെ പൈസ എവിടെയും സേഫാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ 100% സേഫ് ആകുന്നില്ല. നമ്മുടെ അരയിൽ പോലും സേഫല്ല. അപ്പം ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി പൈസ മുടക്കുന്നതും ബിസിനസ് ചെയ്യുന്നതും ആളുകൾ ഒന്നിച്ച് വളർന്നു വരുന്നതും എല്ലാം എന്ത് നിയമവിരുദ്ധതയാണെന്ന് ഇവരതിൽ കാണുന്നത്. അതായത് ആളുകൾ ഒന്നിച്ചു ചേർന്ന് ഒരു ബിസിനസ്സിനെ കൂടെ നിന്ന് ആ ബിസിനസ്സിനെ വളർത്തിയെടുത്ത് അതിൽ നിന്നുള്ള വരുമാനം വാങ്ങി അതിൽ നിന്ന് തന്നെ ഉൽപ്പന്നങ്ങളും വാങ്ങി വരുന്ന ഒരു സിസ്റ്റം ഡെവലപ്മെൻറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് എന്ത് തരം കുറ്റമാണ് ഈ ആളുകൾക്ക്? എന്താണ് ഇവരുടെ കണ്ണിലെ വ്യൂ പോയിൻ്റ്? എന്ത് രീതിയിലാണ് ഇവർ ഈ സമൂഹത്തെ കാണുന്നത്? ഈ ജനങ്ങളോടോ സാധാരണക്കാരോടോ മറ്റുള്ളവരോടോ സ്വന്തം അയൽക്കാരനോടോ ഇവർക്കുള്ള പ്രതിബദ്ധത എന്താണ്? ഈ കേസ് കൊടുത്ത അക്കരയ്ക്കും ഈ വത്സനൊക്കെ സ്വന്തം അവൻ്റെ അണ്ണാക്കി തള്ളുക എന്നുള്ള ഒറ്റ വിചാരം അല്ലാതെ വേറെ എന്താ ഇവനുള്ളത്? ഇത്രയും ഇമാതിരി പാഷാണങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ പാഷാണം തന്നെ അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ശരി, ബൈ.